തൻ്റെ ജന്മം മുഴുവൻ കൃഷ്ണനെ ഭജിച്ച മീരാബായിയുടെ കഥയറിയാമോ? ജോധ്പൂരിലെ രാജാവായ റാത്തൂർ രതൻ സിംഗിൻ്റെ ഏക പുത്രിയായിരുന്നു മീരാബായി. 16-ാം നൂറ്റാണ്ടിലായിരുന്നു മീരാബായിയുടെ ജനനം. ഒരിക്കൽ ഒരു കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ ഒരു വിവാഹ ഘോഷയാത്ര കാണാൻ ഇടയായി. അപ്പോൾ അവൾ അമ്മയോട് ചോദിച്ചു, അതെന്താണ് അമ്മേ? അപ്പോൾ അമ്മ പറഞ്ഞു, അത് വിവാഹ ഘോഷയാത്രയാണെന്നും വരൻ വിവാഹത്തിന് എത്തിച്ചേരുന്നതുമാണെന്ന് അമ്മ പറഞ്ഞു. അപ്പോൾ മീര ചോദിച്ചു, തൻ്റെ വരൻ ആരാണ്? അപ്പോൾ അമ്മ അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു, അടുത്തുള്ളൊരു കൃഷ്ണ വിഗ്രഹം കാണിച്ചിട്ട്, ഇതാണ് നിന്റെ ഭർത്താവ്. അപ്പോൾ മുതൽ മീര കൃഷ്ണനെ ആരാധിക്കാൻ തുടങ്ങി. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ മീരയുടെ അമ്മ മരണപ്പെട്ടു. മീര ഒറ്റപ്പെട്ടു. അവൾ സദാസമയവും കൃഷ്ണ വിഗ്രഹത്തിനൊപ്പം ചിലവഴിച്ചു. മീര വളർന്നു വലുതായപ്പോൾ പിതാവ് അവളെ ഉദയപൂർ രാജാവ് ഭോജ്രാജുമായി വിവാഹം കഴിപ്പിച്ചു. അങ്ങനെ 2 രാജകുടുംബങ്ങൾ ഒന്നായി. പക്ഷേ മീരാബായിക്ക് ഈ കല്യാണം ഇഷ്ടമായിരുന്നില്ല. വരൻ്റെ കൊട്ടാരത്തിലേക്ക് യാത്രയായപ്പോൾ ഒപ്പം കൃഷ്ണ വിഗ്രഹവും കയ്യിൽ കരുതി. മീരയുടെ ഭർത്താവ് ഭോജ്രാജ് അവളോട് ചോദിച്ചു, എന്താണ് പറ്റിയത്? എന്തിനാണ് ദുഃഖിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു. നിനക്ക് ഈ വിവാഹം ഇഷ്ടമായിരുന്നില്ലേ എന്ന്. അപ്പോൾ മീര പറഞ്ഞു, എൻ്റെ വിവാഹം വളരെ ചെറുപ്പത്തിൽ കൃഷ്ണനുമായി കഴിഞ്ഞതാണ്. എൻ്റെ ഭർത്താവ് യഥാർത്ഥത്തിൽ കൃഷ്ണ ഭഗവാനാണ്. അദ്ദേഹത്തിനു സമമായി മറ്റാരെയും കാണാൻ എനിക്ക് സാധ്യമല്ല. ഇത് കേട്ട രാജാവിന് മനസ്സിലായി, മീര കൃഷ്ണനെ അല്ലാതെ വേറെ ആരെയും സ്നേഹിക്കില്ലാന്ന്. ഭോജ്രാജ് കോപത്തോടെ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി. മീര സദാസമയവും കൃഷ്ണനെ ആരാധിച്ചു. 25 വർഷങ്ങൾക്ക് ശേഷം ഭോജ്രാജ് മരണപ്പെട്ടു. അക്കാലത്ത് സതി എന്ന ആചാരം ഉണ്ടായിരുന്നു. ഭർത്താവ് മരണപ്പെട്ടാൽ ഭാര്യ ചിതയിൽ ചാടി ആത്മഹത്യ ചെയ്യണം എന്നതായിരുന്നു സതി. മീരയെ രാജസദസ്സിലേക്ക് രാജാവ് വിളിപ്പിച്ചു. ഭോജ്രാജ് മരണപ്പെട്ടതിനാൽ സതി ആചരിക്കണമെന്ന് മീരയോട് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ ഭർത്താവ് ശ്രീകൃഷ്ണൻ മാത്രമാണ്. ഇതും പറഞ്ഞ് അവൾ കൃഷ്ണ മന്ദിരത്തിലേക്ക് പോയി. ഇത് കണ്ട് രാജകുടുംബാംഗങ്ങൾ കോപിഷ്ഠരായി. അവളെ അർദ്ധരാത്രിയിൽ നദിയിലേക്ക് എറിയാൻ സൈനികരോട് ഉത്തരവിട്ടു. അതിനാൽ അവളെ കൊണ്ടുപോകുന്ന സമയത്ത് പാമ്പിനെ കൊണ്ട് കടുപ്പിച്ചിട്ട് മരണത്തിലേക്ക് വിട്ടാൽ മതിയെന്ന് രാജാവ് കൽപ്പിച്ചു. മീര സർവ്വവും കൃഷ്ണനിൽ ജീവിതം അർപ്പിച്ചു കഴിയുന്നവളായിരുന്നു. അതിനാൽ അവൾക്ക് ഒന്നിനെയും ഭയമുണ്ടായിരുന്നില്ല. കൃഷ്ണനെ മനസ്സിൽ ധ്യാനിച്ച് അവൾ പാമ്പ് കടിയേക്കാൻ തയ്യാറായി. സർപ്പത്തെ അടച്ചു വെച്ച കൂട തുറന്നപ്പോൾ പാമ്പിൻ്റെ സ്ഥാനത്ത് ഒരു വൈരമാലയായിരുന്നു. അവർ ഇത് രാജാവിനെ അറിയിച്ചു. രാജാവ് മീരയെ കൊല്ലാൻ മറ്റൊരു പദ്ധതിയിട്ടു. കൃഷ്ണപ്രസാദം എന്ന രീതിയിൽ അവൾക്ക് പായസത്തിൽ വിഷം നൽകി. അത് കഴിച്ച ശേഷവും മീരയ്ക്ക് ഒന്നും സംഭവിച്ചില്ല. എന്നാൽ രാജാവും മറ്റു കുടുംബാംഗങ്ങളും മീരയെ ഉപദ്രവിച്ചു കൊണ്ടേയിരുന്നു. അവസാനം മീര ആ കൊട്ടാരം വിട്ട് ദ്വാരകാപുരിയിലേക്ക് യാത്രയായി. അവിടുത്തെ ജനങ്ങൾ മീരയെ പൂർണ്ണ മനസ്സോടെ സ്വാഗതം ചെയ്തു. അവിടെ കൃഷ്ണക്ഷേത്രത്തിൽ കൃഷ്ണനെ ഭജനം ചെയ്ത് മീര കാലം കഴിച്ചു. ഒരിക്കൽ കൃഷ്ണനെക്കുറിച്ച് ഒരു കീർത്തനം ആലപിച്ചു കൊണ്ടിരിക്കുമ്പോൾ മീരാബായി തളർന്നു വീണു. അങ്ങനെ അവർ തൻ്റെ ജീവിതം കൃഷ്ണപാദങ്ങളിൽ അർപ്പിച്ചു.